വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഞാനൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പത്തിരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വേണ്ടിയിട്ട് അരിപ്പൊടി വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടിനെ കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വറുത്ത അരിപ്പൊടിയാണോ വറുക്കാത്ത അരിപ്പൊടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എന്തൊക്കെ ചേർക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അരിപ്പൊടി ഉണ്ടാക്കുന്നത് പച്ചരി മേടിച്ചിട്ട്, നമ്മുടെ വീട്ടിൽ പച്ചരി മേടിച്ച് കഴുകി അത് വാറ്റ വെച്ചതിന് ശേഷം ഇത് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് വറുത്തും കിട്ടും. പണ്ടൊക്കെ മില്ലിൽ നിന്ന് പൊടിച്ച് മാത്രം കിട്ടുള്ളൂമായിരുന്നു, വറുക്കൽ നമ്മുടെ വീട്ടിലായിരുന്നു. ഇപ്പോൾ നമുക്ക് മില്ലിൽ നിന്ന് തന്നെ വറുത്തും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വേറെ ഒന്നും ചേർക്കില്ല. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ ഈ അരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ പുഴുക്കലരിയും കൂടി ചേർക്കും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പുഴുക്കലരി ചേർക്കാറില്ല കേട്ടോ. അരിപ്പൊടി ഈ ഒരു പച്ചരി മാത്രം ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കൽ. അപ്പോൾ ഈ ഒരു വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് പത്തിരി, പുട്ട്, ഇടിയപ്പം അതൊക്കെ ചെയ്തെടുക്കുക. നമ്മൾ അരിപ്പൊടിയുടെ ആവശ്യത്തിന് എന്തൊക്കെ ഉപയോഗിക്കുമോ അതിനൊക്കെ ഈ ഒരു അരിപ്പൊടിയാണ് ഉപയോഗിക്കൽ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വീട്ടിലുണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിതിപ്പോൾ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവരലാണ്. എപ്പോഴും നാട്ടിലത്തെ പൊടി തന്നെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കൽ. അപ്പോൾ നിങ്ങൾക്കത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഈ പത്തിരിപ്പൊടി നമുക്ക് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടാക്കിയാലും മതി കേട്ടോ. പൊടി വാട്ടാൻ വേണ്ടി പാത്രം എടുക്കുമ്പോൾ എപ്പോഴും അടി പരന്ന പാത്രമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എങ്കിലേ നമുക്ക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും വെള്ളം ഒരുപോലെ എത്തുള്ളൂ. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊടി വാട്ടുന്നതും അതേപോലെ തന്നെ കുഴച്ചെടുക്കുന്നതും. രണ്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ശരിയാവില്ല. എപ്പോഴും കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു വലിപ്പമുള്ള പാത്രം എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. വലിപ്പമുള്ള പാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് കുഴക്കുകയും ചെയ്യാം. ഉണ്ടിട്ടിട്ട് ഇതിൽ തന്നെ വെക്കുക. പിന്നെ അതിനുശേഷം പരത്തിയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും പരത്തിയിടേണ്ട ആവശ്യമില്ല. പത്തിരിക്ക് കുഴക്കുമ്പോൾ എന്തായാലും ചൂടോടുകൂടി തന്നെ കുഴക്കണം. അപ്പോൾ ഞാൻ ഉൾപ്പെടെ മിക്കവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ചൂടോടെ കുഴക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചൂടോടെ കുഴക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഒട്ടും തൊടാറില്ല. കൈകൊണ്ടല്ല കുഴക്കൽ. കുറച്ച് പൊടിയൊക്കെ എടുത്താണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ട് ചെയ്യും. അതേ സ്ഥാനത്ത് കുറച്ചധികം പൊടിയൊക്കെ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ഗ്ലാസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കൈ ഗ്ലാസ് എടുത്തതിന് ശേഷം ഇത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇതൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കൈ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിച്ചതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു ചട്ടാൻ വെച്ചിട്ട് നമുക്ക് പൊടിയൊന്ന് ഇതുപോലെ ഒരു ഭാഗത്തേക്കാക്കാം. നമ്മുടെ കുഴക്കൽ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും തന്നെ കയ്യും പൊള്ളിയില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പകുതി കുഴ ആയിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി വാട്ടുന്ന അതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ അതേപോലെ വലിയൊരു കൈ ഗ്ലാസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴ ശരിയാവും. നമ്മുടെ പണിയും കഴിയും പെട്ടെന്ന് തന്നെ. എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടതൊരു പ്രസ്സാണ്. സാധാരണ നമ്മൾ പ്രസ്സിലും പത്തിരി പരത്തിയെടുക്കും. അതേപോലെ തന്നെ ചപ്പാത്തി പലയിലും വെച്ചിട്ട് പത്തിരി പരത്തിയെടുക്കാറുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പത്തിരി പ്രസ്സിനെ കുറിച്ച് ഒരുപാട് പേര് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഡൗട്ടൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരുന്നതാണ്. പത്തിരി പ്രസ് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വൈറ്റ് പ്ലേറ്റ് ഉള്ളത് നോക്കി മേടിക്കണം. 2 തരത്തിൽ പത്തിരി പ്രസ് വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉള്ളതും വരുന്നുണ്ട്, വൈറ്റ് പ്ലേറ്റ് ഉള്ളതും വരുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനെ തന്നെ പറയാൻ അറിയുള്ളൂ. അപ്പോൾ ഭൂരി പ്രസ് എന്നും പറഞ്ഞ് പത്തിരി പ്രസ് എന്നും പറഞ്ഞ് വരുന്നത്. ഭൂരി, ചപ്പാത്തി,
റൊട്ടി മേക്കർ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കണം അത് എങ്ങനത്തെയാണെന്നുള്ളത്. അതായത് വൈറ്റ് പ്ലേറ്റ് ഉള്ളത് നോക്കിയിട്ട് മേടിക്കണം. അതാണ് എപ്പോഴും നല്ലത്. വൈറ്റ് പ്ലേറ്റ് ഉള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്തിരിക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ഉള്ളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കി അത്രയ്ക്ക് നന്നാവില്ല. ഒന്നില്ലെങ്കിൽ പരന്ന് കിട്ടൂല, അതല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പത്തിരി പ്രസ് മേടിക്കുമ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചിട്ട് മേടിക്കണം കേട്ടോ. നാട്ടിൽ നിന്ന് വരുന്നവർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടോയെന്ന് അറിയില്ല, ചില സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവാറില്ല. പക്ഷെ റൊട്ടി മേക്കർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ വൈറ്റ് കളർ പ്ലേറ്റുള്ള പ്രസ്സാണ് കേട്ടോ വേണ്ടത്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണത്. അപ്പോൾ നിങ്ങൾ പ്രസ് മേടിക്കുമ്പോൾ തുറന്ന് നോക്കണം സ്റ്റീൽ കളറിലുള്ള പ്ലേറ്റാണ് അതിലുള്ളത്, അതല്ല വൈറ്റ് കളറിലുള്ളതാണോ. വൈറ്റ് കളറിലുള്ളതാണെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിട്ടോ, എന്നാലേ നമുക്ക് പത്തിരി നന്നായി കിട്ടുള്ളൂ. ഇതേപോലെ പത്തിരി പ്രസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കൽ. നമുക്ക് ഒരു ഉണ്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൽ പ്രസ്സിൽ വെച്ച് കൊടുക്കുക. ഉണ്ടോ, നന്നായിട്ട് നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ. നമ്മുടെ കുഴയൊക്കെ ശരിയാണ്. കുഴ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിലൊക്കെ ഒരു പൂ പോലെ വരും. അപ്പോൾ ഇതിൻ്റെ കുഴയൊക്കെ നല്ല ശരിയാണ്, കണ്ടില്ല, നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രസ് പരക്കാത്ത പ്രസ് ഉണ്ടാവും. നമ്മൾ എത്ര പ്രസ് ചെയ്ത് കൊടുത്താലും നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കനത്തോടെ തന്നെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രസ്സും ഇതുമ്മൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടിയതിന് ശേഷം പ്രസ് ചെയ്തെടുക്കാം, ഉണ്ട വെച്ചെടുക്കാം. ഉണ്ട വെക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ല ഉരുട്ടി നല്ല കറക്റ്റ് പരുവാക്കിയിട്ട് വെക്കാം. അങ്ങനെ നല്ല ഒരു റൗണ്ട് കറക്റ്റ് റൗണ്ട് കിട്ടുള്ളൂ. ഉണ്ടല്ലേ, നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട്. പ്രസ്സില്ലാത്തവർക്ക് എളുപ്പത്തിൽ പരത്താണ്ട് നമ്മുടെ ചപ്പാത്തി പലയിൽ വെച്ചിട്ട് പരത്താണ്ട് തന്നെ എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കാൻ്റെ ഐഡിയ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് കവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കീറെടുക്കാം. ഇതേപോലെ കീറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും തേച്ച് കൊടുക്കാം. നമുക്കൊരു ഉണ്ടെടുക്കാം. നന്നായിട്ട് റൗണ്ടാക്കിയതിന് ശേഷം ഒരു കവറിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലിപ്പമുള്ള പത്തിരി വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തി വലിയ പത്തിരി ഉണ്ടാക്കൂലേ, അതുപോലെ എത്ര വലിപ്പമുള്ള പത്തിരി വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ആ ഉണ്ട വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. എത്ര സൈസിലുള്ള പത്തിരി വേണോ അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റ് എടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് നല്ല നൈസായിട്ടുള്ള പത്തിരി ഇട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നൈസാണ്. പത്തിരി പ്രസ് ഇല്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന്
പത്തിരി എടുത്ത് ചുടാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും പത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ, അതേ സ്ഥാനത്ത് നമുക്ക് എല്ലാ ദിവസവും പത്തിരി ഉണ്ടാക്കാം. ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഡ്യൂട്ടി ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ചധികം ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു 5-6 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പത്തിരി ചുടുന്നതിന് മുമ്പ് കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെക്കുക. നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല പത്തിരിയായിട്ട് കിട്ടും. പൊടി തട്ടിയതിന് ശേഷം വേണം കേട്ടോ ഇതിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കാസറോളിൽ എങ്ങനെയാണ് പത്തിരി ഇട്ട് വെക്കാൻ നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ചൂടോടെ തന്നെ പത്തിരി കാസറോളിൽ ഇട്ട് വെച്ച് അടച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പത്തിരി ആകെ വേർത്തിട്ട് കുതിർന്നിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരി ചൂടോടെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും പിന്നെ നമ്മൾ പത്തിരി ചൂടോടെ തന്നെ കാസറോളിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. സാധാരണ നിങ്ങളുടെ കാസറോളിൽ കൊള്ളുന്ന രൂപത്തിലുള്ള ഇത്തിരി പൊക്കത്തിലുള്ളൊരു പാത്രം. ഇതിപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രമായാലും മതി. നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ കാസറോളിൽ കൊള്ളുന്ന ഒരു പാത്രമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് കമഴ്ത്തി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പത്തിരി വെച്ച് കൊടുക്കാം. ചൂടുള്ള പത്തിരിയാണ് വെക്കുന്നത്. പത്തിരി മാത്രമല്ല ചപ്പാത്തിയൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇതേപോലെ ചൂടോട് തന്നെ നമുക്ക് ഇതേപോലെ കാസറോളിൽ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വേർത്ത് പോകില്ല. അതേ സ്ഥാനത്ത് നമ്മൾ വേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് വേർപ്പ് ഇരിക്കുകയും ചെയ്യും. നമ്മളെ പത്തിരിക്കൊന്നും പറ്റാനില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പത്തിരി ഞാൻ കാസറോളിൽ തന്നെ ചൂടോട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടില്ലേ പത്തിരി ഇതേപോലെ വേർത്താലും കണ്ടില്ലേ ഈ സൈഡിലേക്ക് ഇതിൻ്റെ വെള്ളം ഇരിക്കും, കുതിർന്നു പോവില്ല. നമ്മൾ ഏതായാലും കാസറോളിൽ ചൂടോടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേർത്തിട്ട് കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടില്ലേ വേർത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് ഇതിൻ്റെ വെള്ളം ഇരിക്കും. കണ്ടില്ലേ പത്തിരിക്ക് ഒട്ടും തന്നെ നനവൊന്നും വരയില്ല.